പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 11 വാക്യം. മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകയില്ലായിരുന്നു. അനുഗ്രഹീതമായ ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്ത് 2 ചിന്തകൾ ഇതിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ദൈവമാണ് സകലത്തിൻ്റെയും പരമ അധികാരി. ഇവിടെ ഗവർണറായിരിക്കുന്ന പീലാത്തോസിന്റെ മുമ്പിൽ വിചാരണയ്ക്കായി നിൽക്കുന്ന യേശു കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പീലാത്തോസിന്റെ ചോദ്യങ്ങൾക്ക് മൗനമായിട്ട് നിൽക്കുന്ന യേശുവിനോട് പീലാത്തോസ് പറയുന്നുണ്ട്, നീ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? നിന്നെ ക്രൂശിക്കുവാനും അതോടൊപ്പം തന്നെ ക്രൂശിക്കാതെ വിട്ടയപ്പാനും അധികാരമുള്ളവനാണ് ഞാൻ എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടിയാണ് ഈ വേദഭാഗത്തിൽ നാം വായിച്ചത്. കർത്താവ് ഇപ്രകാരം പറയുന്നു, മേലിൽ നിന്ന് അധികാരം കിട്ടിയില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകിയില്ല എന്നുവെച്ചാൽ എല്ലാ അധികാരവും ദൈവത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് യേശു പീലാത്തോസിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഭൂമിയിലെ ശക്തരായ ആളുകൾക്ക് പോലും ദൈവത്തിന്റെ അനുവാദത്താൽ മാത്രമേ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മനുഷ്യർ എന്തെല്ലാം പദ്ധതികൾ ആസൂത്രണം ചെയ്താലും അതിൻ്റെ അന്തിമമായ വാക്കും അതിൻ്റെ അന്തിമമായ അനുമതിയും നൽകേണ്ടത് സ്വർഗത്തിലെ ദൈവമാണ്. ഒരു കാര്യം ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് കഴിയും. ആർക്കൊക്കെ എന്തെല്ലാം അധികാരം ഈ ഭൂമിയിലുണ്ടെങ്കിലും, ഏതെല്ലാം ഗൂഢമായിരിക്കുന്ന നീക്കങ്ങൾ നിനക്കെതിരെ മനുഷ്യൻ ആസൂത്രണം ചെയ്താലും ദൈവം അനുവദിക്കാതെ ഒരധികാരവും നിന്നെ തൊടുകയില്ല. ഒരാധിപത്യത്തിനും നിന്റെ മേൽ സ്വാധീനം ചെലുത്തുവാനായിട്ട് കഴിയുകയില്ല. കാരണം പരമമായ അധികാരി ദൈവം ആയതിനാലാണ്. രണ്ടാമതായിട്ട്, മനുഷ്യകുലത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയെ പൂർത്തീകരിക്കുവാനായിട്ട് സന്നദ്ധനായി നിൽക്കുന്ന, ആ ദൈവഹിതം സ്വന്തം ഇഷ്ടപ്രകാരം നിർവഹിക്കുവാനുള്ള താല്പര്യത്തോടെയാണ് യേശു അവിടെ നിൽക്കുന്നത്. ആ ദൈവഹിതത്തിന് കീഴടങ്ങിയത് തന്റെ ബലഹീനതയല്ല, മറിച്ച് മനുഷ്യകുലത്തോടുള്ളതായിരിക്കുന്ന തന്റെ സ്നേഹനിമിത്തമാണ്. മനസ്സോടെ സ്നേഹത്തോടെ മാനവകുലത്തെ രക്ഷിക്കുവാനുള്ളതായിരിക്കുന്ന ആ വലിയ നിയോഗത്തോടെ നമ്മുടെ കർത്താവ് കീഴടങ്ങുന്നതായിട്ട് കാണുവാനായി കഴിയുന്നു. അതേ പ്രിയരെ, സാക്ഷാൽ ദൈവമായിരിക്കുന്നവൻ, സാക്ഷാൽ മഹത്വമുള്ളവൻ, സാക്ഷാൽ അധികാരമുള്ളവൻ വേഷത്തിൽ മനുഷ്യനായി മാനുഷിക അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് കാൽവറിയിൽ പരമയാഗമായി തീർന്നത് എന്നോടും നിങ്ങളോടുമുള്ളതായ സ്നേഹം കൊണ്ടാണ്. ഈ കർത്താവിനെ പോലെ നമ്മെ സ്നേഹിപ്പാൻ വേറെ ആരുമില്ല. ആ കർത്താവിനായി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.